തൃശൂരിൽ കുന്നംകുളത്തും മണലൂരിലും പുതുമുഖ സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം. മണലൂരിൽ C രവീന്ദ്രനാഥിനെയും കുന്നംകുളത്ത് AC മൊയ്തീനെയും നിർദ്ദേശിച്ചു. മണലൂരിൽ TN പ്രതാപനെ നേരിടാൻ ജനകീയനായ C രവീന്ദ്രനാഥ് വേണമെന്നാണ് ആവശ്യം. സിറ്റിംഗ് MLA-മാരുടേത് മികച്ച പ്രകടനമെന്നും വിലയിരുത്തൽ. വിവരങ്ങളുമായി ലെവിൻ K. വിജയനാണ് ചേരുന്നത്. ലെവിൻ, എങ്ങനെയാണ് ഇപ്പോൾ ആവശ്യങ്ങൾ ഉയരുന്നത്? പ്രത്യേകിച്ചും C രവീന്ദ്രനാഥ് അടക്കം നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളാണ്. അപ്പോൾ അത്തരത്തിൽ ആ പേരുകളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ, എന്താണ് വിവരം? ഇന്ന് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ നേരത്തെ 2 തവണകളിലായി സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. മുൻപ് ചേർന്ന യോഗത്തിൽ കുന്നംകുളം, മണലൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളായിരുന്നു മുൻപ്. അത് അത്തരത്തിലാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. AC മൊയ്തീൻ, മുൻ മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള AC മൊയ്തീൻ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 2 മണ്ഡലങ്ങളിലായി മത്സരിച്ച് 4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന് ഈ തവണ കുന്നംകുളത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുരളി പെരുന്നെല്ലി തുടർച്ചയായി 3 തവണ മണ്ഡലത്തിൽ MLA ആയി വിജയിച്ചു വന്ന ആളാണ്. അങ്ങനെ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ടേം വ്യവസ്ഥകളിലടക്കം നിലനിൽക്കുന്ന ഇളവുകൾ ബാധകമാകാതെ തൃശൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. C രവീന്ദ്രനാഥ് നമുക്കറിയാം 2016 പുതുക്കാട് നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ 38,478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ കൂടിയാണ്. CPM-ന്റെ ജനകീയ മുഖങ്ങളിൽ ഒന്നാണ്. തൃശൂർ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരിൽ അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിനെ മണലൂരിൽ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ആവശ്യമായി ഉയർന്നിരിക്കുന്നത്. മണലൂർ ഏരിയ കമ്മിറ്റി അടക്കം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും മറ്റു ചില പേരുകൾ കൂടി പരിഗണനയിലുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ C രവീന്ദ്രനാഥിന്റെ പേര് മണലൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിജയ സാധ്യത തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുന്നത്. മണലൂരിൽ കോൺഗ്രസ് നേതാവ് AICC അംഗമായിട്ടുള്ള TN പ്രതാപൻ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടിയാണ് C രവീന്ദ്രനാഥിനെ, അദ്ദേഹത്തെ എതിരിടാൻ ശക്തനായ ഒരു എതിരാളി എന്നുള്ള നിലയിൽ നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുന്നംകുളത്ത് വിജയ സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ AC മൊയ്തീനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാകണം. കുന്നംകുളത്ത് പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന വിഭാഗീയതകൾ മറികടക്കാൻ സ്ഥാനാർത്ഥിക്കാവണം തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് പ്രധാനമായും ചർച്ചയായിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ഈ നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിൽ തൃശൂർ ജില്ലയിലടക്കം അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാവുക. ഏതായാലും CPM-നെ സംബന്ധിച്ചുകൊണ്ട് മണലൂരും കുന്നംകുളവും കുത്തക മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായി CPM പ്രതിനിധികൾ ജയിച്ചു വരുന്ന മണ്ഡലങ്ങളിൽ പോലും തൃശൂരിൽ സംബന്ധിച്ച് പരീക്ഷണത്തിന് മുതിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റിടങ്ങളിലൊക്കെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. CPM തൃശൂരിൽ മത്സരിക്കുന്ന 7 സീറ്റുകളിലും സിറ്റിംഗ് MLA-മാർ തന്നെ തുടരുമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. മുരളി പെരുന്നെല്ലിക്ക് മാത്രമായിരിക്കും ഒരു മാറ്റമുണ്ടാകുക. അവിടെ C രവീന്ദ്രനാഥിന്റെ പേര് ഉയർന്നു കേൾക്കുന്നു എന്ന് തന്നെയാണ്. തൃശൂരിനെ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ജില്ലയാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ്. തൃശൂരിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണി ഭരണത്തിലെത്തുന്നതും സാധാരണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഭവ വികാസമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തുടർഭരണം ലക്ഷ്യമിടുന്ന ഇടതുപക്ഷവും CPM-ന്റെ പ്രധാന സ്ഥാനാർത്ഥികളെ മാറ്റമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിലും മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് CPM സംസ്ഥാന കമ്മിറ്റിയാണ്, സംസ്ഥാന നേതൃയോഗങ്ങളാണ്. ഏതായാലും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനമായും ടേം വ്യവസ്ഥ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ള കാര്യം. അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന 2 മണ്ഡലങ്ങളിൽ പുതുമുഖ സ്ഥാനാർത്ഥികളെ അടക്കം അവതരിപ്പിക്കുന്നില്ല. ടേം വ്യവസ്ഥ നിലനിൽക്കുമ്പോഴും അതിനെ മറികടന്നുകൊണ്ട് നിലവിൽ മത്സരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് AC മൊയ്തീനെ പോലൊരു പ്രബലനായ നേതാവാണ്. അതോടൊപ്പം തന്നെ C രവീന്ദ്രനാഥിനെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റിടങ്ങളിൽ മന്ത്രി R ബിന്ദു അടക്കമുള്ള നേതാക്കൾ മത്സരിക്കും. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി തന്നെ മത്സരിക്കും. കുന്നംകുളത്ത് AC മൊയ്തീൻ, മണലൂരിൽ C രവീന്ദ്രനാഥ്, ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R ബിന്ദു, അതോടൊപ്പം തന്നെ ചേലക്കരയിൽ UR പ്രദീപ് തുടങ്ങിയ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും CPM-ന് വേണ്ടി മത്സരിക്കുക. പുതുക്കാട് KK രാമചന്ദ്രൻ അങ്ങനെയുള്ള സ്ഥിരം മത്സരിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും CPM-ന് ഇത്തവണയും മത്സരിക്കുക എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മണലൂരും കുന്നംകുളത്തും ഇനി ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. അത് CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങളിലായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഏതായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായ CPM തയ്യാറെടുത്തു കഴിഞ്ഞു.
നിലവിലെ MLA-മാരടക്കം മികച്ച പ്രകടനമാണ് മണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത്. വിജയസാധ്യത ഉറപ്പാണ്. ലെവിൻ, തൃശൂർ ജില്ലയിൽ ഉള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഏറെക്കുറെ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആ വിവരമാണ് ലെവിൻ നൽകിയത്.